ജില്ലയെ കിടപിടിക്കുന്ന രീതിയിൽ ശ്രദ്ധേയമായ മേലടി സബ് ജില്ലാ കലോത്സവം 2025 ദൃശ്യവിസ്മയ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ച മീഡിയ ടീമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അതിന്റെ മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സുഭാഷ് സാറ് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ് വിക്ടേഴ്സിന്റെ മെന്റേഴ്സ് തുടങ്ങി നമ്മുടെ സ്പോർട് കേരള ടീമിന്റെ കൺവീനേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പരിപാടിയുടെ മുഖ്യ കാര്യദർശി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സുഭാഷ് സാറോട് കാര്യങ്ങൾ ചോദിക്കാം. സാർ, എങ്ങനെയാണ് ഇപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മേലടി സബ് ജില്ലാ കലോത്സവം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് ചിങ്ങപുരത്തിന്റെ ഉത്സവമാക്കി ഈ മേളയെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഈ പ്രിയങ്കരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ കലാമേളയ്ക്ക് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ അധ്യാപക സംഘടനകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തുകയെന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങളോടൊപ്പം 24 മണിക്കൂറും നമ്മുടെ ഈ പരിപാടി വളരെ വിജയകരമായിട്ട് ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ്, അതുപോലെ തന്നെ നമ്മളെ ലൈവായിട്ട് കാണിക്കുവാനുള്ള സംവിധാനം കൂടി ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും വളരെയധികം നന്ദി പറയേണ്ടത് നമ്മുടെ ഈ ടീം സ്പോർട് കേരളയോട് ഗംഭീരമായിട്ട് വളരെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ടീം അംഗങ്ങൾ ഒരുപാട് പേർ രാവും പകലും നമ്മളുടെ ഈ കലാമേളയുടെ വിജയത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ലിറ്റിൽ കൈറ്റ്സ് നമ്മുടെ മേലടി സബ് ജില്ലയിലെ എല്ലാ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പിഞ്ചു വിദ്യാർത്ഥികൾ നമ്മളുടെ ഈ മേളയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ 9ഓളം വേദികളിലെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലിറ്റിൽ കൈറ്റ്സ് വളരെ ഗംഭീരമായിട്ട് ഈ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവരോടും വളരെയധികം നന്ദി പറയുകയാണ്. മേലടി സബ് ജില്ലയിൽ നമ്മളുടെ 8ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നുള്ള ലിറ്റിൽ കൈറ്റ് കുട്ടികളാണ് നമ്മുടെ ഓരോ വേദികളിലെയും ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ അവിടെ ലഭിക്കുന്ന വിഷ്വൽസ് നമുക്ക് ഇവിടെ എത്തിക്കുകയും ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്ത് ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുകയും ചെയ്യുകയും പിന്നെ മറ്റുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്, നമ്മുടെ ഈ IT ലാബിൽ വെച്ചാണ്. മേലടി സബ് ജില്ലാ കലോത്സവത്തിന്റെ 3 ദിവസത്തെ മുഴുവൻ യൂട്യൂബ് ലൈവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോംസിലുമുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും സബ് ജില്ലാ കലോത്സവത്തിന് വേണ്ടി ചെയ്തത് സ്പോർട് കേരള ടീമാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്പോർട് കേരള ടീമിന്റെ കാര്യങ്ങളും ലൈവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ മേലടി ഉപജില്ല കലോത്സവം ഏകദേശം 3-ാം വർഷമാണ് സ്പോർട് കേരള നടക്കുന്ന. അതേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞത് നന്ദിയിൽ കടലൂർ ഹൈസ്കൂളിലായിരുന്നു, അതിനു മുമ്പ് ചെറുവണ്ണൂർ ഹൈസ്കൂളായിരുന്നു. ഇപ്പോൾ 3-ാം തവണയാണ് ഇപ്പോൾ ഇവിടെ CKGMR ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ലൈവ് സ്ട്രീമിംഗ്, അതുപോലെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ മുഴുവൻ പ്ലാറ്റ്ഫോമുകളിലും തത്സമയം ഇവിടുത്തെ റിസൾട്ടുകളും അതുപോലെ ഇവിടുത്തെ പ്രധാന ഫോട്ടോകളും മറ്റും എല്ലാം കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഇനിയും തുടരുകയാണ്. നാളെ ഓടെ ഇത് അവസാനിക്കും. ഏതായാലും നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെയുള്ള അധ്യാപകരിൽ നിന്നും ഈ പബ്ലിസിറ്റി കമ്മിറ്റി സുഭാഷ് സാർ, അതുപോലെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ടീമുകൾ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ ഇവിടുത്തെ കൃത്യമായ ദൃശ്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവായ നല്ല പിന്തുണ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ഇനിയും ഞങ്ങൾ ഈ ജില്ലാ കലോത്സവം അതുപോലെ തുടർന്നുള്ള വർഷങ്ങളിലെ മുഴുവൻ കലോത്സവങ്ങളും ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ്. സമയം ഏറെ വൈകിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇവിടെ അധ്യാപകരും കുട്ടികളും. ഈ ഏറെ വൈകിയ സമയങ്ങളിലും ഇതിനു വേണ്ടി കർമ്മനിരതരായി നിൽക്കുന്ന എല്ലാ കുട്ടികളും വളരെ ഊർജ്ജസ്വലമായ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളരും, അത് തീർച്ചയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, 1 മുതൽ 9 വരെയുള്ള വേദികളിൽ വിദ്യാർത്ഥികൾ മാറ്റിവെച്ച മുഴുവൻ പരിപാടികളും വളരെ നിഷ്പ്രയാസം ഈ ചെറിയ പ്രായത്തിലും എല്ലാവിധ രീതിയിലും ക്യാമറ റെക്കോർഡിങ്ങും സിസ്റ്റത്തിലേക്കുള്ള എല്ലാ കണക്ഷനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിന്റെ ചെറിയ കുട്ടിപ്പട്ടാളമാണ്. അവരുടെ 2 മെന്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ദിഷ്ന മിസ് അതുപോലെ തന്നെ നികേഷ് സാറുമാണ് ഇവരെ മെന്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ദിഷ്ന മിസ്സിനോട് ഇവരുടെ ലിറ്റിൽ കൈറ്റ്സിന്റെ സബ് ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം. മിസ് പറയുന്നതായിരിക്കും. മിസ്, എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്?
മേലടി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 4 ദിവസങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. അതിനായിട്ട് നമ്മുടെ 9 വേദികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 9 വേദികളിലും ക്യാമറ ഡോക്യുമെന്റ് ചെയ്യുന്നത് നമ്മുടെ ലിറ്റിൽ കൈറ്റ് കുട്ടികളാണ്. അതീവ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അത്രയധികം താല്പര്യത്തോടു കൂടിയും വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ടും ആണ് അവരത് ചെയ്യുന്നത്. കാരണം ഇന്നലെയൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ രാത്രി 1 മണി ഉണ്ടായിരുന്നു. അപ്പോൾ യാതൊരു അലസ്യഭാവവും ഇല്ലാതെ തന്നെയാണ് അവർ 1 മണി വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ 9 വേദികളിലെ CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ് അംഗങ്ങളെ കൂടാതെ തന്നെ മേലടി സബ് ജില്ലയിലെ മറ്റ് സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ് കുട്ടികളും കൂടിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും അതീവ താല്പര്യത്തോടു കൂടിയും ഉത്തരവാദിത്ത ബോധത്തോടും കൂടിയും തന്നെയാണ് എല്ലാ വേദികളിലും റെക്കോർഡിംഗ് നടക്കുന്നത്. നമ്മുടെ പരിപാടി 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും വളരെ കർമ്മനിരതരായി തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മുടെ സ്പോർട് കേരള ന്യൂസും അടങ്ങുന്ന എല്ലാ സംഘവും ഈ രാത്രിയും പകലുമായിട്ട് എല്ലാ സമയങ്ങളിലും മുഴുവൻ അപ്ഡേറ്റ്സുമായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനി സുഹൃത്തുക്കളും അധ്യാപകരും അടങ്ങുന്ന ഈ വലിയ സമൂഹം തന്നെയാണ് നമ്മൾക്കുള്ള ഇത്രയും ഊർജത്തിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയുടെ